ഗ്രേപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയും സൂര്യന് ചുറ്റും തിരിയുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ വേഗത നമ്മൾ കഴിഞ്ഞ പല ദിവസങ്ങളിലും ചിന്തിച്ചത് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ട്. വേറെ ഒന്നും അനങ്ങാതിരിക്കുകയല്ല നമ്മൾ. അതിൻ്റെ പാർട്ടായിട്ടാണ് നമുക്ക് വരാൻ പോകുന്ന ഒരു മൺസൂൺ സീസൺ ഉണ്ടാകാൻ പോകുന്നത്. ഓർക്കണേ, തുലാവർഷത്തേക്കാൾ വളരെ കൂടുതൽ മഴമേഘങ്ങൾ വരികയും മഴ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് മൺസൂൺ. അതിന് കാരണം നമുക്ക് ഈ സമയത്ത് കാറ്റ് വീശുന്നത് നമ്മുടെ അറബിക്കടലിന് മീതെ കൂടെ ഇന്ത്യയുടെ കരഭാഗത്തേക്ക് ഇങ്ങനെ അടിച്ചെത്തുകയാണ്. നമ്മുടെ മുംബൈ, ഗുജറാത്ത് ആ ഒരു സ്ഥലം മുതൽ കേരളം വരെ എത്തിക്കിടക്കുന്ന തീരപ്രദേശങ്ങളിലേക്ക് വളരെ ദൂരം കടലിന് മീതിൽ കൂടെ വീശിയടിക്കുന്ന ഒരു കാറ്റാണ് അവിടെ കടലിന് മീതിലുണ്ടായിരുന്ന എല്ലാ വേപ്പറൈസ്ഡ് ആയിട്ടുള്ള ജലഗണങ്ങളെയും അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്ന ജലഗണങ്ങളെയും കൊണ്ട് മൂവ് ചെയ്ത് നമ്മളുടെ തീരത്തേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ നമ്മുടെ തീരത്ത് എത്തിച്ചേരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പൊടിപടലങ്ങളും അതിനെ കണ്ടൻസേഷൻ ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ഒരുപാട് പദാർത്ഥങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സഖ്യസാനുക്കൾ ഈ കാറ്റിനെ ഒന്ന് തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നുണ്ട്. ആ മരങ്ങളുടെയും സഖ്യസാനുക്കളുടെയും ഒക്കെ ആ തടഞ്ഞു നിർത്തലിൻ്റെയും അതിനെ ഒന്ന് കണ്ടൻസേറ്റ് ചെയ്യാൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ശ്രമഫലമായിട്ട് നമുക്ക് മഴ തുടങ്ങും. അങ്ങനെ ഈ മഴ തുടങ്ങുന്നതിന് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഉണ്ടായിരുന്ന വേപ്പറുകളെല്ലാം കൂടെ മൂവ് ചെയ്ത് വരുമ്പോൾ ആ വേപ്പറുകൾ ഒരു മേഘമായി പെയ്തൊഴിയുന്നതിന് അവിടെ കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ്. നമ്മുടെ മരങ്ങളിൽ നിന്ന് പൊങ്ങിപ്പോയ പൂമ്പൊടികൾ അന്തരീക്ഷത്തിൽ വളരെ മൈക്രോ പാർട്ടിക്കിൾസ് ആയിട്ടുണ്ട്. നമ്മുടെ അന്തരീക്ഷത്തിൽ അല്ലാതെ തന്നെ ഒരുപാട് പൊടിപടലങ്ങൾ കലർന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിൽ നമ്മൾ സ്വാഭാവികമായിട്ടും കണ്ടിട്ടുണ്ടാവും ഐസ് ക്യൂബ് വെച്ചിരിക്കുന്ന ഗ്ലാസ്സിന് പുറത്ത് വെള്ളം ഇങ്ങനെ ഒഴുകി ചേർന്ന് അതിൽ പിടിച്ച് നിൽക്കുക. അത് നേരത്തെ തന്നെ അന്തരീക്ഷത്തിലുള്ള ഹ്യൂമിഡിറ്റിയാണ്. അതിൻ്റെ ചൂട് നഷ്ടപ്പെട്ട് ആ ഗ്ലാസിൻ്റെ പ്രതലത്തിൽ അത് ഒരുമിച്ച് ചേരുന്നത്, കണ്ടൻസേറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ ഏതെങ്കിലും ഒരു പ്രതലം ആവശ്യമാണ് ഈ വേപ്പറുകൾക്ക് ഒരുമിച്ച് കൂടാൻ, രണ്ട് ജലകണികൾക്ക് ഒരുമിച്ച് കൂടാൻ. അത് നമ്മുടെ മരങ്ങളിൽ നിന്ന് പുറപ്പെട്ട പൂമ്പൊടിയാകാം, വണ്ടികളിൽ നിന്ന് പുറപ്പെടുന്ന പുകപടലങ്ങളിലുള്ള കാർബൺ തരികളാകാം. അങ്ങനെ അതിലേക്കെല്ലാം കൂടെ കൺസെൻട്രേറ്റ് ചെയ്തപ്പെട്ട് ഇത് ജലകണികകളായി മാറി അതിൻ്റെ ഒരു വെയിറ്റ് ഒരു ലെവലിനപ്പുറം കൂടുമ്പോൾ താഴേക്ക് പതിക്കും. സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ, ചൂട് കാറ്റ് മേളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറേ നേരമൊക്കെ ഇതിനെ അന്തരീക്ഷത്തിൽ ജലകണികൾ തടഞ്ഞു നിർത്താൻ പറ്റും. അങ്ങനെ തടഞ്ഞു നിർത്താനുള്ള കപ്പാസിറ്റിക്ക് മേളിൽ ജലകണികളുടെ വലിപ്പം കൂടുമ്പോൾ ഉള്ള വെയിറ്റ് കാരണം അത് താഴേക്ക് വീഴാൻ തുടങ്ങും. അങ്ങനെയാണ് മഴമേഘങ്ങൾ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. ഇങ്ങനെ മഴമേഘങ്ങൾ എത്തുമ്പോൾ നമ്മുടെ ആശുപത്രികൾക്ക് വളരെയധികം ജോലിഭാരം കൂടും. കാരണം ആ സമയത്ത് അന്തരീക്ഷത്തിൻ്റെ ഹ്യൂമിഡിറ്റി വളരെ കൂടുതലായിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ചൂടിനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നതിന് ഉള്ള ചില ക്രമീകരണങ്ങളിൽ താളം തെറ്റും. അപ്പോൾ ശരീരം എപ്പോഴും ചൂട് ഉൽപ്പാദിപ്പിച്ചിട്ടിരിക്കുക, അത് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. എന്നാൽ ഒരു പരിധിക്കപ്പുറം അന്തരീക്ഷത്തിൻ്റെ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ഈ ശരീരം ഓൾവേസ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചൂടിനെ പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുകയും ശരീരം അസ്വസ്ഥപ്പെടാനും ഒക്കെ തുടങ്ങും. നമുക്കറിയാം, പല വിധത്തിൽ നമ്മൾ ആ സമയത്ത് അസ്വസ്ഥപ്പെടുകയും പനിയുടെ എണ്ണമൊക്കെ കൂടുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളിലേക്ക് വരുന്ന പേഷ്യൻസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. നമ്മുടെ ഈ ഡിജിറ്റലൈസേഷൻ പ്രോസസ്സൊക്കെ അത്തരത്തിൽ ധാരാളമായി സാധാരണയിൽ കൂടുതൽ പേഷ്യൻസിനെ എത്തുമ്പോൾ സഹായിക്കുന്നതിന് ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഓൺലൈൻ അപ്പോയിൻമെൻ്റ് ഉണ്ട്, അവർക്ക് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തിട്ട് വരാം. QR കോഡ് രജിസ്ട്രേഷൻ ഉണ്ട്. സോ നമുക്ക് ഫയലുകളുടെ പുറകെ ഓടണ്ട. കംപ്ലീറ്റ്ലി ഗ്രേപ്സിൻ്റെ ഹോസ്പിറ്റൽസ് എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഫയൽ മൂവ്മെൻറ്റ് വളരെ ഫാസ്റ്റ് ആക്കാനായിട്ട് ആ സൗകര്യങ്ങൾ നമുക്കവിടെ പ്രയോജനപ്പെടാം. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കഴിയുന്നതും അത്യാവശ്യമില്ലെങ്കിൽ ഈ മഴക്കാലത്ത് മൺസൂൺ സീസണിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണ്ട. നമുക്ക് ടെലി കൺസൾട്ടേഷൻ ഉണ്ട്, പീഡിയാട്രീഷ്യൻ അത് ബുക്ക് ചെയ്യാം. ഹോസ്പിറ്റൽസിന് ടെലി കൺസൾട്ടേഷൻ എനേബിൾ ചെയ്യാൻ പറ്റും. സോ അത്തരത്തിൽ ഇനി എന്തുകൊണ്ടാണ് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞതും കൂടെ പറയാം. ഒരു സ്വാഭാവികമായും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരുന്ന പല അസുഖങ്ങളും അതിൽ തന്നെ അത്ര തീവ്രമല്ല.
ആ ഒരു റിക്കവറി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കും. തീർത്തും പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമേ ഹോസ്പിറ്റലിൽ കൊണ്ടുവരൂ. നമ്മൾ ബെനിഫിറ്റ് സൈഡ് നോക്കണം. അതായത് അത്രയധികം ആൾക്കാർ തിങ്ങി നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ നമുക്ക് വളരെ നേരം അവിടെ കാത്തിരുന്നിട്ട് ഡോക്ടറെ കാണുന്നതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റും, അത്രയും നേരം അവിടെ ഇരിക്കുമ്പോൾ മറ്റ് വൈറസ്, ബാക്ടീരിയ, പൊല്യൂട്ടഡ് അന്തരീക്ഷത്തിൽ ആ കുഞ്ഞിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അത്രമാത്രം അങ്ങോട്ട് ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പായി കഴിഞ്ഞിട്ടുണ്ടാവത്തില്ല. അവർക്കുണ്ടാകാവുന്ന ഇതുവരെ ഇല്ലാത്ത പുതിയ തകരാറുകളുടെ ഒരു മൊത്തം വെയ്റ്റഡ് ആവറേജ് നമ്മൾ നോക്കണം. അപ്പം വളരെ പ്രായമുള്ള മനുഷ്യരും മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരുപാട് പേരാണ് ഈ ഒരു മൺസൂൺ കാലത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന ഡോക്ടർമാരെ കാണാനായിട്ട്. അങ്ങനെ ഹോസ്പിറ്റൽ ഇത്രയധികം തിങ്ങി നിറയുന്ന സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യത്തക്ക വിധത്തിലാണ് നമ്മുടെ ഡിജിറ്റലൈസേഷൻ ട്യൂൺ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇംപ്ലിമെൻറ്റേഷൻ സമയത്തുള്ള ട്രെയിനിങ്ങിന് പുറമേ നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ ഈ സമയത്ത് വളരെ യൂസ്ഫുള്ളാണ്. അതിൻ്റെ ട്രെയിനിങ്ങുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം ഏതൊരു കാര്യവും മുമ്പോട്ട് പോകുമ്പോൾ കൂടുതൽ പഠിച്ചാലാണ് കൂടുതൽ നല്ല റിസൾട്ട് നമുക്കവിടെ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നത്.